ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് ഇറങ്ങിത്തിരിച്ചത്? എന്താണ് എൻ്റെ മനസ്സിൽ ഇതുപോലെ തോന്നുന്നത്? ഞാൻ ഇതിൽ നിന്ന് പിന്തിരിയാനായിട്ട് സഭയിൽ നിന്ന് തിരിച്ചു പോരേണ്ട ഒരു വ്യക്തിയാണോ എന്നൊക്കെ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ എന്നെ ശക്തിപ്പെടുത്തുന്നത് 3 ആണികളിൽ തൂങ്ങി നിൽക്കുന്ന ക്രൂശിതൻ്റെ രൂപമായിരുന്നു. ആ ക്രൂശിതൻ്റെ രൂപത്തിലേക്ക് നോക്കുമ്പോൾ എന്താ എന്നിലേക്ക് സംഭവിക്കുന്നതെന്ന് ഞാൻ ഇപ്പോൾ തന്നെ ആലോചിക്കുകയാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമ്മിലേക്ക് നാം അറിയാതെ വന്നു ചേരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. സ്റ്റിഗ്മാത്ത ഓഫ് സെയിൻറ്റ് പാദ്രെ പിയോ, ആ പാദ്രെ പിയോയുടെ പുസ്തകം വായിക്കാനായിട്ട് ഇടയാണ്. ഞാൻ സ്പിരിച്വൽ റീഡിങ്സ് ഈ ബ്ലെസ്സഡ് സാക്രമെൻറ്റിൻ്റെ മുന്നിൽ എക്സ്പോസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്പിരിച്വൽ ബുക്സ് കൊണ്ടുപോയി അതിൻ്റെ മുന്നിലിരുന്ന് ഞാനത് വായിക്കും, അതിനെക്കുറിച്ച് ധ്യാനിക്കും. ആ സമയത്ത് എന്നിലേക്ക് കടന്നു വരുന്നൊരു പ്രത്യേക ചൈതന്യം ഞാൻ ഓർക്കുകയാണ്. ഇതിനെല്ലാം അതിജീവിക്കാനായിട്ട് ദൈവം നൽകുന്ന ശക്തി എന്നുള്ളത് പ്രാർത്ഥന ഒന്ന് തന്നെയാണ്. ഞാനും എൻ്റെ തമ്പുരാനുമായിട്ടുള്ള ബന്ധം അതൊന്നു മാത്രമാണ് ഇന്ന് ഞാനായി തീർന്നിട്ടുണ്ടെങ്കിൽ ഈ മിസ്റ്റർ ആൻ്റണി പിന്നീട് ഫാദർ ആൻ്റണിയിലേക്ക് കടന്നു വരാനായിട്ട് ആ ഓർഡിനേഷൻ എന്നുള്ള ആ വലിയ പുണ്യത്തിലേക്ക് കടന്നു വരണമെങ്കിൽ എത്രമാത്രം ത്യാഗങ്ങൾ നമ്മൾ സഹിക്കണമെന്ന് എന്നെ ഓർമ്മപ്പെടുത്തുകയാണ്.